പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ നടനായിട്ടുള്ള ആസിഫ് അലിയെ സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ അപമാനിക്കുകയുണ്ടായി. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപമാനമായിരുന്നു ആസിഫ് അലി നേരിട്ടത്. നിങ്ങളെല്ലാവരും അതിൻ്റെ വിഷ്വൽ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരു അവാർഡ് ദാന ചടങ്ങിൽ MTയുടെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അവാർഡ് ദാന ചടങ്ങിൽ അവതാരിക ആസിഫ് അലിയെ വിളിച്ച് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. രമേശ് നാരായണന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ രമേശ് നാരായണൻ പറഞ്ഞു, എനിക്ക് എന്നിട്ട് വാങ്ങിച്ചതിന് ശേഷമാണ് പറയുന്നത്, എനിക്ക് ജയരാജൻ്റെ നിന്ന് വാങ്ങിക്കണം, അതുകൊണ്ട് ജയരാജനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ജയരാജനെ വിളിച്ചു. ജയരാജനെ വിളിച്ചതിന് ശേഷം ജയരാജൻ്റെ കയ്യിൽ നിന്നാണ് ആ അവാർഡ് വാങ്ങിച്ചത്. ആസിഫ് അലി വളരെ കൂളായിട്ട് അത് കൈകാര്യം ചെയ്തെങ്കിലും കണ്ടു നിന്ന നമുക്കൊക്കെ വളരെയേറെ ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇപ്പോൾ ഈ രമേശ് നാരായണൻ മാപ്പൊക്കെ പറഞ്ഞ് തടിയൂരാനായിട്ട് നോക്കുന്നുണ്ട്. വളരെയേറെ മോശമായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളീയ സമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് രമേശ് നാരായണനിൽ നിന്നുണ്ടായത്. സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ കഴിവുള്ള ആളായിരിക്കും. പക്ഷേ അഹങ്കാരത്തിന് കേരളീയ സമൂഹം ഒരിക്കലും സ്ഥാനം കൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ആസിഫ് അലിക്ക് ഞാൻ എൻ്റെ പൂർണ്ണ പിന്തുണ നൽകുന്നു. നിങ്ങളുടെയും പൂർണ്ണ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.